ടർട്ടിൽ വാച്ചിങ്ങിന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയാണ്. ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടൊക്കെ വരുന്നത്. കുറെ ദൂരമുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കുറെ ദൂരമുണ്ട്. ടർട്ടിൽ ബീച്ച് റിസർവ് റാസൽ ഹദ് എന്നൊരു പ്ലേസിലാണ്. മസ്കറ്റിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. 3-3.5 മണിക്കൂർ നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾ ചായയൊക്കെ തിളപ്പിച്ചൊരു ഫ്ലാസ്കിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലം കണ്ട് അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആയിട്ടാണ് പിന്നെയും നമ്മൾ പോയത്. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. കുട്ടികൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും ലോങ്ങൊക്കെ പോകുന്നത്. അവിടെ 2 ടൈമിലാണ് ആമകൾ വന്ന് മുട്ടയിട്ട് പോകുന്നത്. വെളുപ്പിന് 5 മണിക്കും രാത്രി 8:30ക്കും. അപ്പം ഞങ്ങൾ 8:30ക്കുള്ളത് കാണാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. ഒരു 3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റാസൽ അൽ ജിൻസ് ടർട്ടിൽ ബീച്ച് റിസർവിലെത്തി. അപ്പോൾ അവിടുത്തെ പുറത്തെ കാഴ്ചകളാണിത്. അവിടെ ഒരു വലിയൊരു ആമയുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. പുറത്തൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല, തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 6 റിയാലാണ് അഡൾട്ട്സിന്, കുട്ടികൾക്ക് 2 റിയാൽ. അവിടെ കുറച്ച് നല്ല ചിത്രങ്ങളും ടർട്ടിലിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുമായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ വണ്ടിയിൽ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഗൈഡിനോടൊപ്പം പോവുകയാണ് ബീച്ചിലേക്ക്. അന്ന് നല്ലൊരു നിലാവുള്ളൊരു രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അമ്മ മുട്ടയിട്ടേക്കുന്നതൊക്കെ അവർ കാണിച്ചു തന്നു, ലൈറ്റ് അടിച്ച്. Excuse me, hello. You see the eggs? Yeah, I see. Give a check next group, okay? മുട്ടയിട്ട് കഴിഞ്ഞത് മൂടിയിടുവാണ്. മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് കുറുക്കനും മറ്റു പല ജീവികളൊക്കെ വരും. അപ്പം അവരിൽ നിന്ന് മുട്ടയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ കുറേ കുഴികൾ ഇതുപോലെ ആമ ഉണ്ടാക്കാറുണ്ട്. ഒരു കുഞ്ഞാമയും നമുക്ക് അവിടെ കാണാൻ പറ്റി. അവിടെ നമ്മളങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നാണ്. മോളാണെങ്കിൽ അവൾക്ക് എല്ലാം കണ്ടിട്ട് സംശയങ്ങളായിരുന്നു. അത് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരാമ മുട്ട ഇട്ടിട്ട് തിരിച്ച് കടലിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഒരു 2 വീക്സ് കഴിയുമ്പോഴേക്കും പിന്നെ അവർ കരയിലേക്ക് വരും. ഒരു 100 മുട്ടയിട്ടാൽ അതിൽ 2-3 സർവ് ചെയ്യുന്നുള്ളൂ എന്നാണ് അവിടെയുള്ള ഗൈഡ് നമ്മളോട് പറഞ്ഞത്.
ഇതൊക്കെയാണ് ടർട്ടിൽ ബീച്ചിലെ കാഴ്ചകൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗൈഡ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. വേറെയും കുറേ ആളുകളുണ്ടായിരുന്നു നമ്മുടെ കൂടെ. പല പല ഗ്രൂപ്പുകളായിട്ടാണ് നമ്മളെ കൊണ്ടുവന്ന് ഓരോരുത്തർക്ക് ഓരോ ഗൈഡായിട്ട്. ഒരു 45 മിനിറ്റ്സ് നമ്മളവിടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.